സ്റ്റാലിൻ, ഞാൻ നിന്നോടുള്ള ദേഷ്യം ഒരിക്കലും എൻ്റെ അനിയത്തിയോട് കാണിക്കില്ല. അവളുടെ ഇഷ്ടമില്ലാതെ നീ അവളെ കൊണ്ടുപോയി. പക്ഷേ ഇപ്പോൾ എൻ്റെ അനിയത്തിക്ക് നിന്നെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ എന്തിനാ അവളോട് ദേഷ്യം കാണിക്കുന്നേ? ഒരിക്കലും അങ്ങനെ ഞാൻ ചെയ്യില്ല, ധ്രുവ് പറഞ്ഞു. പക്ഷേ ഇതാണോ സ്റ്റാലിൻ നിനക്ക് ഞങ്ങളോട് മാത്രം പറയാനുള്ള കാര്യം? ആദി ചോദിച്ചു. അല്ല, ഇതൊരു കാര്യം. ഇനി വേറെ ഒരു കാര്യം കൂടെയുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. എന്താ അത്? ധ്രുവ് ചോദിച്ചു. ആനന്ദിനെ ഞാനാ കൊന്നത്, സ്റ്റാലിൻ പറഞ്ഞു. അത് നീ പറയണ്ട, എനിക്കും ആദിക്കും അറിയാം. ബട്ട് എന്തിനു വേണ്ടി? ധ്രുവ് ചോദിച്ചു. സ്റ്റാലിൻ അവൻ്റെ ഫോണെടുത്ത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. ഇത് നന്ദിനിയല്ലേ? ആദി ചോദിച്ചു. അതെ, ഇതാണ് നന്ദിനി. ഇവൾ മരിച്ചുപോയി. എങ്ങനെയെന്നറിയാമോ? സ്റ്റാലിൻ ചോദിച്ചു. പാമ്പുകടിയേറ്റ് മരിച്ചു, ധ്രുവ് പറഞ്ഞു. നോ, ഷി വാസ് കിൽഡ്, സ്റ്റാലിൻ പറഞ്ഞു. എവറിത്തിങ് ഈസ് ഫൈൻ. ഹു ഈസ് ഷീ ഓഫ് യുവേഴ്സ്? വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് ഷീ? ധ്രുവ് ചോദിച്ചു. ഞാൻ പറയാം എന്താണ് ഞാനും നന്ദിനിയും തമ്മിലുള്ള ബന്ധമെന്ന്, സ്റ്റാലിൻ പറഞ്ഞു. ടെൽ, ആദി പറഞ്ഞു. ഷീ ഈസ് മൈ സിസ്റ്റർ, സ്റ്റാലിൻ പറഞ്ഞു. വാട്ട്? ധ്രുവ് ചോദിച്ചു. യെസ്. 17-ാമത്തെ വയസ്സിൽ നാട് വിട്ട് ഞാൻ എത്തിയത് പരിചയമില്ലാത്ത ഒരു നാട്ടിലാണ്. അവിടെ നിന്നാണ് ഞാൻ അദ്ദേഹത്തെ കണ്ടത്. എനിക്ക് വിശപ്പിന് ഭക്ഷണം തന്നു, വീട്ടിൽ കൊണ്ടുപോയി. അവിടെ അദ്ദേഹത്തിന് ഭാര്യയും ഒരു മകളും ഉണ്ടായിരുന്നു. അവരാണ് അദ്ദേഹത്തിൻ്റെ ലോകം. നന്ദിനി ആളുടെ മകളായിരുന്നു. പാവം തനി നാടൻ പെൺകുട്ടി. പഠിക്കണമെന്ന് ആഗ്രഹം പറഞ്ഞപ്പോൾ എന്നെ അയാൾ പഠിക്കാൻ വിട്ടു. കൂടെ പിറപ്പ് ആരുമില്ലാതിരുന്ന എനിക്ക് നന്ദു എൻ്റെ അനിയത്തിയായി മാറി. തോൽക്കാൻ ആഗ്രഹിച്ചവരുടെ മുന്നിൽ വിജയിക്കണം. നിന്റെ ജയം കൊണ്ട് അവർ തോൽക്കണമെന്നാണ് എനിക്ക് അദ്ദേഹം പറഞ്ഞു തന്നത്. ജയിക്കണമെന്ന വാശിയോടെ പഠിച്ചു. ബട്ട് ഫെയിലിയർ കെയിം ബിഫോർ മീ ആസ് എ വില്ലൻ. പക്ഷേ എപ്പോഴും തോൽക്കാൻ ഞാൻ തയ്യാറായില്ല. ഐ വോൺ വൺ ഡേ ആഫ്റ്റർ ലോസിങ്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ജയം മാത്രമായിരുന്നു. ബിസിനസ് ലോകം എൻ്റെ കൈക്കുള്ളിൽ ഞാൻ കൊണ്ടു നടന്നു. എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് കരുതിയ എൻ്റെ അച്ഛനെയും അമ്മയെയും അവരിലൂടെ തിരിച്ചു തന്ന വിധി എന്നെ അവരെ ഒരു വാഹനാപകട രൂപത്തിൽ കൊണ്ടുപോയി. പക്ഷേ അപ്പോഴും ചേർത്ത് പിടിക്കാൻ എനിക്കൊരാളുണ്ടായിരുന്നു, നന്ദു. അന്ന് കോളേജിൽ പഠിക്കുകയായിരുന്നു നന്ദു. പിന്നെ നന്ദു, അവൾക്ക് വേണ്ടിയായിരുന്നു എൻ്റെ ജീവിതം മുഴുവനും. അങ്ങനെയിരിക്കുമ്പോഴാണ് എ ഡി ഗ്രൂപ്പ് മിസ്സാക്കിയ ഒരു പ്രോജക്റ്റ് എനിക്ക് കിട്ടുന്നത്. ബിസിനസ് ലോകത്തെ ഒത്തിരി പേര് ആഗ്രഹിച്ച ഒരു പ്രോജക്റ്റ്. അതെനിക്ക് കിട്ടിയതിൻ്റെ സന്തോഷമാണ് പിന്നെയുള്ള ദിവസങ്ങളിൽ. പക്ഷേ എ ഡി ഗ്രൂപ്പിൻ്റെ ഓണറായ ആനന്ദും എച്ച് ഒ ആയ അയാളുടെ മകൻ ആകാശും എന്നെ കാണാൻ വന്നു. ആ പ്രോജക്റ്റ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ കൊടുത്തില്ല. അവരെന്നെ വെല്ലുവിളിച്ചു. പിന്നീട് അതെനിക്കൊരു വാശിയായിരുന്നു. എന്നാൽ അതിനു പ്രതികാരമെന്ന പോലെ അയാളും ആകാശും എൻ്റെ നന്ദുവിനെ തട്ടിക്കൊണ്ടുപോയി. അതോടെ ഞാൻ ഡൗൺ ആയി. പ്രോജക്റ്റ് തിരിച്ച് അവർക്ക് സൈൻ ചെയ്ത് കൊടുത്താൽ അവളെ വിടാമെന്നവർ പറഞ്ഞു. സൈൻ ചെയ്ത പേപ്പർ ഞാൻ അവരെ ഏൽപ്പിക്കാനും എൻ്റെ നന്ദുവിനെ കൊണ്ടുവരാനും അവർ പറഞ്ഞ സ്ഥലത്തേക്ക് ഞാൻ പോയി. പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല. പകരം ഒരു വസ്ത്രം പോലും ദേഹത്തില്ലാതെ വിളറി വെളുത്തി കിടക്കുന്ന എൻ്റെ അനിയത്തിയെയാണ് ഞാൻ കണ്ടത്. 28 വയസ്സുള്ള ഞാൻ അച്ഛൻ്റെയും അമ്മയുടെയും മരണം കണ്ട 15 വയസ്സുകാരനായി മാറിയിരുന്നു. ഓടിച്ചെന്ന് ഇട്ടിരുന്ന ഷർട്ട് അഴിച്ച് അവളുടെ ദേഹത്തേക്ക് ഇട്ടുകൊണ്ട് നോക്കുമ്പോൾ എൻ്റെ നന്ദുവും എന്നെ വിട്ടു പോയിരുന്നു. 10 പേര് ചേർന്നുള്ള ക്രൂരപീഡനം കഴിഞ്ഞ് ഹെവി പോയിസൺ കഴുത്തിലേക്ക് കുത്തിവെച്ചിരുന്നു എന്നാ ഡോക്ടർ പറഞ്ഞ്. നിയമത്തിലൂടെ എൻ്റെ നന്ദു, അവൾക്ക് നീതി കിട്ടില്ല എന്ന ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പാമ്പ് കടിച്ചു എന്ന് വരുത്തി തീർത്തത്. പിന്നീട് ഞാൻ പ്ലാൻ ചെയ്ത് അവരുടെ ഗ്യാങ്ങിലുള്ള എല്ലാത്തിനെയും കൊന്നു. ഇനി ആകാശ് മാത്രമാണ് ബാക്കി. അവനെയും തീർക്കണം. പക്ഷേ അവനെ അങ്ങനെ അങ്ങ് ചുമ്മാ കൊന്നുകളയാൻ പാടില്ല. അനുഭവിക്കാൻ പറ്റുന്നതിൻ്റെ അങ്ങേയറ്റം അവൻ അനുഭവിക്കണം. പിന്നെ അതേപോലെ അവന് നിന്നോടെന്തോ പ്രശ്നമുണ്ട് ധ്രുവ. അതുകൊണ്ടാണ് അതുപോലെയുള്ള വിഷം കൊണ്ട് നിന്നെ കുത്തിവെക്കാൻ നോക്കിയത്. പക്ഷേ കിട്ടിയത് ദേവുവിനായിപ്പോയി. കഴുത്തിൽ കിട്ടിയാൽ മരണം സ്പോട്ടിൽ സംഭവിച്ചേനെ. ദേവുവിൻ്റെ ഉള്ളിലെ നന്മ ആണ് അവളെ രക്ഷപ്പെടുത്തിയത്. പക്ഷേ എൻ്റെ നന്ദു. പറഞ്ഞു നിർത്തിക്കൊണ്ട് സ്റ്റാലിൻ ടേബിളിൽ മുഖം വെച്ച് കിടന്നുപോയി. ആദിയും ധ്രുവനും മുഖത്തോട് മുഖം നോക്കിക്കൊണ്ട് ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റ് ചെന്ന് സ്റ്റാലിൻ്റെ തോളിൽ കൈവച്ചു. ഡോണ്ട് ഫീൽ സാഡ് സ്റ്റാലിൻ, ആദി പറഞ്ഞു. എന്ത് വന്നാലും ഇനി ആകാശ് ഉണ്ടായിക്കൂടാ. ഞങ്ങളുണ്ട് നിന്റെ കൂടെ, ധ്രുവ് പറഞ്ഞു. സ്റ്റാലിൻ 2 പേരെയും കെട്ടിപ്പിടിച്ചു. ആദിയും ധ്രുവനും അവനെ ചേർത്ത് പിടിച്ചു. 3 പേരും പ്രതികാരത്തിൻ്റെയും വാശിയുടെയും ദേഷ്യത്തിൻ്റെയും അഗ്നി. 3ഉം ഒന്നായി. അതിൽ ഇനി ഇരിഞ്ഞു തീരാൻ പോകുന്നവർ ഒരുപാടുണ്ട്. ഇനി എൻ്റെ അളിയന്മാരോട് വേറെ ഒരു കാര്യം പറയാനുണ്ട്, സ്റ്റാലിൻ പറഞ്ഞു. എന്താണാവോ? ആദി ചോദിച്ചു. എൻ്റെയും മീനുവിൻ്റെയും ഫസ്റ്റ് നൈറ്റ് കഴിഞ്ഞിട്ടില്ലാട്ടാ, സ്റ്റാലിൻ ചെയറിൽ ഇരുന്നു കൊണ്ട് പറഞ്ഞു. ആങ്ങളമാരോട് പറയാൻ പറ്റിയ സംസാരമാണോടാ ഇത്? ധ്രുവ് ചോദിച്ചു. അയ്യേ അതല്ലടാ, നിങ്ങളുടെ സാന്നിധ്യത്തിൽ ഒന്നുകൂടെ കല്യാണം വേണം, സ്റ്റാലിൻ പറഞ്ഞു. എടാ, അതിനവളുടെ തന്തയുടെ സംസാരം കേട്ടില്ലേ നീ? അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷമായി. അയാൾ ഇങ്ങനെയുള്ളപ്പോൾ പിന്നെ എങ്ങനെയാ നടക്കുക? നീ പറ, ധ്രുവ് പറഞ്ഞു.
ഞാൻ നിങ്ങളുടെ സാന്നിധ്യം എന്നാ പറഞ്ഞേ, നിൻ്റെയും ആദിയുടെയും ദേവുവിൻ്റെയും കുഞ്ഞാറ്റയുടെയും ഒക്കെ സാന്നിധ്യത്തിൽ. സ്റ്റാലിൻ പറഞ്ഞു. നമുക്ക് തീരുമാനമുണ്ടാക്കാം, ആദി പറഞ്ഞു. എന്നാൽ ഞാൻ പോയി മീനുവിനെ ഒന്ന് കാണട്ടെ. ധ്രുവ, എൻ്റെ അച്ഛനോട് അങ്ങനെയൊക്കെ പറഞ്ഞത് മീനുവിനെ പറഞ്ഞതുകൊണ്ടാണ്, സ്റ്റാലിൻ പറഞ്ഞു. ഏയ്, അതൊന്നും സാരല്ല, നീ പോയിട്ട് വാ, ധ്രുവ പറഞ്ഞു. അതോടെ സ്റ്റാലിൻ അവിടെ നിന്നും പോയി. പാവംല്ലേ, ധ്രുവ പറഞ്ഞു. അതെ, ആദിയും അതിനെ ശരിവെച്ചു. സ്റ്റാലിൻ മീനുവിൻ്റെ അടുത്തേക്ക് ചെന്ന് അവിടെ ഒരു ചെയറിൽ വിന്ദയുടെ കൂടെ ഇരിപ്പുണ്ടായിരുന്നു മീനു. സ്റ്റാലിൻ വരുന്നത് കണ്ടപ്പോൾ മീനുവും വിന്ദുവും എഴുന്നേറ്റു നിന്നു. മീനു, നീ ഇവിടെ നിൽക്കുവാണോ? സ്റ്റാലിൻ ചോദിച്ചു. പോവാമിച്ചേ, ഇവിടെ എല്ലാവർക്കും ഞാനിപ്പോൾ അധികപ്പറ്റാണ്. ദേവു ഓക്കെ ആയാൽ കുഞ്ഞാറ്റെ നീ എന്നെ വിളിച്ചാൽ മതി, നമുക്ക് പോവാം, മീനു പറഞ്ഞു. അതന്നെയാ നല്ലത്, ഏട്ടൻ ഇവളെ കൊണ്ടുപോക്കോ, ഞാൻ വിളിച്ചോളാം, വിന്ദ പറഞ്ഞു. സ്റ്റാലിൻ വിന്ദയുടെ കവിളിലൊന്ന് തട്ടി. മീനു അവളെ കെട്ടിപ്പിടിച്ചു. വിന്ദ മീനുവിനെ തിരിച്ചും ഇറുകെ കെട്ടിപ്പിടിച്ചു. വാ പോകാം, സ്റ്റാലിൻ പറഞ്ഞു. മീനു സ്റ്റാലിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവൻ്റെ കൂടെ നടന്നു. ആശുപത്രിയുടെ പാർക്കിങ്ങിൽ ധ്രുവനും ആദിയും ഉണ്ട്, അവരോട് കൂടെ പറഞ്ഞിട്ട് വാ, സ്റ്റാലിൻ പറഞ്ഞു. മീനു ഒന്ന് മൂളി. ധ്രുവൻ്റെ ചുണ്ടുകൾ ദേവുവിൻ്റെ നെറ്റിയിൽ അമർന്നു. ആ നെറ്റിയിൽ സിന്ദൂര ചുവപ്പ് പടർന്നിരുന്നു. അടുത്ത നിമിഷം ഒരു പിടച്ചിലോടെ ദേവു കണ്ണുകൾ വലിച്ചു തുറന്നു. അവൾ കണ്ണുകൾ ചുറ്റും പായിച്ചു. താൻ ആശുപത്രിയിലാണ് എന്ന് ദേവുവിന് മനസ്സിലായി. ഇതേ സമയം അവിടേക്ക് വന്ന ഡോക്ടർ കണ്ണു തുറന്ന ദേവുവിനെ കണ്ടു. ദേവാഞ്ജലി, ഡോക്ടർ വിളിച്ചു. ഡോക്ടർ, ദേവാഞ്ജലി പതിയെ വിളിച്ചു. എന്തേലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ ദേവാഞ്ജലിക്ക്? വാട്ട് ഡു യു ഫീലിംഗ് നൗ? ഡോക്ടർ ചോദിച്ചു. ബെറ്റർ ഡോക്ടർ, ദേവാഞ്ജലി പറഞ്ഞു. ദേവാഞ്ജലിക്ക് എന്താ നടന്നത് എന്ന് ഓർമ്മയുണ്ടോ? ഡോക്ടർ ചോദിച്ചു. ഉണ്ട് ഡോക്ടർ, ദേവു പറഞ്ഞു. ഓക്കെ, റെസ്റ്റ് എടുക്ക്. അമ്മയും അച്ഛനും ബാക്കിയുള്ള എല്ലാവരും പുറത്തുണ്ട്, അവരോട് പറയാം, ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ, ശിവേട്ടൻ, ദേവു പറഞ്ഞു. ശിവേട്ടൻ മീൻ DYSP ശിവധ്രുവാണോ ദേവാഞ്ജലി ഉദ്ദേശിച്ചത്? ഡോക്ടർ ചോദിച്ചു. എനിക്ക് ശിവേട്ടനെ കാണണം, ദേവു പറഞ്ഞു. അപ്പോൾ അമ്മ അച്ഛൻ? ഡോക്ടർ ചോദിച്ചു. എനിക്ക് ശിവേട്ടനെ കാണണം, ദേവു പറഞ്ഞു. ദേവാഞ്ജലിയുടെ ആരാണ് ശിവധ്രുവ്? ഡോക്ടർ ചോദിച്ചു. ഹി ഈസ് മൈ മാൻ, ദേവു പറഞ്ഞു. ഓക്കെ, റിലാക്സ്, ധ്രുവ് വിൽ കം ടു യു ഇൻ എ ഫ്യൂ മിനിറ്റ്സ്. ദേവാഞ്ജലി റെസ്റ്റ് എടുക്ക്, ഡോക്ടർ പറഞ്ഞു. ഓക്കെ, ദേവു പതിയെ പറഞ്ഞു. ഡോക്ടർ ഒരു ചിരിയോടെ പുറത്തേക്കിറങ്ങിപ്പോയി. ദേവു ഓക്കെയാണെന്നുള്ളത് അയാൾക്കും സന്തോഷമായിരുന്നു. പാർക്കിംഗ് ഏരിയയിൽ നിൽക്കുവാണ് ധ്രുവനും ആദിയും. അപ്പോഴാണ് അവിടേക്ക് വിന്ദ വന്നത്. ധ്രുവേട്ടാ, വിന്ദ ഓടി വന്നുകൊണ്ട് വിളിച്ചു. എന്താ ദേവു മോളെ? ധ്രുവൻ ചോദിച്ചു. ദേവു കണ്ണു തുറന്നു. ഏട്ടനെ കാണണമെന്നാ ദേവു പറയുന്നത്, വേഗം ചെല്ലു, അവിടെ ഡോക്ടറുണ്ട്. കിതപ്പിനിടയിലും പുഞ്ചിരിച്ചുകൊണ്ട് വിന്ദ പറഞ്ഞു.